ഹായ് ഓൾ, ഞാൻ ഡോക്ടർ രജനി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ PCOD PCOSനെ പറ്റി സംസാരിച്ചു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവിതശൈലിയിൽ വരുത്തുന്ന ചില ചിട്ടയായ മാറ്റങ്ങൾ കൊണ്ട് PCOD അല്ലെങ്കിൽ PCOSനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന്. ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതായിട്ടുള്ളതെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് ഡയറ്റ്. PCOD അല്ലെങ്കിൽ PCOS ഉള്ള പേഷ്യന്റ് നിർബന്ധമായും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുമുണ്ട്. ഇത് രണ്ടും ചേർന്നാലാണ് PCODയുടെ ഡയറ്റ് കംപ്ലീറ്റ് ആവുക. അതിൽ എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഒഴിവാക്കേണ്ടതായിട്ടുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് പാലും പാലുൽപ്പന്നങ്ങളും. പാലുൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ പനീർ, തൈര്, ചീസ്, നെയ്യ് തുടങ്ങിയവ എല്ലാം തന്നെ ഒഴിവാക്കുക. രണ്ടാമത്തത് അരി, ഗോതമ്പ്, മൈദ തുടങ്ങിയ പോളിഷ്ഡ് ആയിട്ടുള്ള ധാന്യങ്ങൾ. മൂന്നാമത്തത് പഞ്ചസാര. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്സും എല്ലാം തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത്. നാലാമത്തതാണ് ട്രാൻസ്ഫാറ്റ്. ട്രാൻസ്ഫാറ്റ് എന്ന് പറഞ്ഞാൽ പൂരിത കൊഴുപ്പ്. നമ്മൾ കഴിക്കുന്ന സാൻഡ്വിച്ച്, ബർഗർ, പിസ്സ തുടങ്ങിയ ഫുഡിലൊക്കെ തന്നെയും ട്രാൻസ്ഫാറ്റ് ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസിലും ട്രാൻസ്ഫാറ്റ് കാണുന്നുണ്ട്. അടുത്തതാണ് കാർബണേറ്റ് ഡ്രിങ്ക്സ്. പെപ്സി, കോള തുടങ്ങിയ എല്ലാ ഡ്രിങ്ക്സും ഒഴിവാക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിഫൈൻഡ് ഫുഡ്സ്. റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ്, ഫ്ലോർ, സ്വീറ്റ്സ് എല്ലാം തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങളാണ് PCOD അല്ലെങ്കിൽ PCOS ഉള്ള ഒരു പേഷ്യന്റ് നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതായിട്ടുള്ളത്. ഇനി എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളതെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്. നേരത്തെ പറഞ്ഞു പോളിഷ്ഡ് ആയിട്ടുള്ള ധാന്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുക എന്നുള്ളത്. പകരം തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നവരരി, ബ്ലാക്ക് റൈസ്, ഓട്സ്, റാഗി തുടങ്ങിയവ. ഓട്സ് എടുക്കുമ്പോൾ സ്റ്റീൽ കട്ട് ഓട്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന്റെ കൂടെ തന്നെ മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ അധികമായിട്ട് ഉൾപ്പെടുത്തുക. രണ്ടാമത്തേതാണ് പ്രോട്ടീൻ അധികം അടങ്ങിയ ആഹാരങ്ങൾ, അതായത് മത്സ്യം, മാംസം, മുട്ട തുടങ്ങിയവ. മൂന്നാമത്തേതാണ് പൾസസ്, ചെറുപയർ, വൻപയർ, അതുപോലെ തന്നെ പരിപ്പ് വർഗ്ഗങ്ങൾ. നാലാമത്തത് ഫൈബർ റിച്ച് ഫുഡ്, നാരുകൾ അധികം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക. അഞ്ചാമത്തതാണ് നല്ല ഫാറ്റ്. നല്ല ഫാറ്റ് എന്ന് പറഞ്ഞാൽ നട്ട്സ്, സീഡ്സ്, അവക്കാഡോ ഇവയിലൊക്കെ നല്ല ഫാറ്റാണ് അടങ്ങിയിട്ടുള്ളത്. എന്നാൽ ഇവ മിതമായ അളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അധികമായി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ മൈക്രോ ന്യൂട്രിയൻസും അതേപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അധികം അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും അധികമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കീപ് ഹൈഡ്രേറ്റഡ്. വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇത്രയുമാണ് PCOD അല്ലെങ്കിൽ PCOS ഉള്ള പേഷ്യൻസ് ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. അടുത്തതാണ് എക്സസൈസ്. PCOD അല്ലെങ്കിൽ PCOS ഉള്ള പേഷ്യൻസിനോട് എക്സസൈസ് ചെയ്യാൻ പറയുന്നത് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. പൊണ്ണത്തടി ഉള്ളവരിലും അതേപോലെ തന്നെ മെലിഞ്ഞവരിലും PCOD ഉണ്ടാവുന്നുണ്ട്. PCOS മൂലം ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ്, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു, ആൻഡ്രജന്റെ അളവ് കൂടുന്നു, അതുമൂലം ഓവറിൽ നിന്നും കറക്റ്റായിട്ട് ഓവുലേഷൻ നടക്കാതെ വരുന്നു തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയും എക്സസൈസിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ദിവസവും കുറഞ്ഞത് 45 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ അങ്ങനെ പോവാം, അല്ലെങ്കിൽ പെൽവിക് റീജിയൻ നന്നായിട്ട് അനങ്ങത്തക്ക രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കം. ദിവസം കുറഞ്ഞത് 6 to 8 മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും മാറ്റങ്ങളാണ് PCOD അല്ലെങ്കിൽ PCOS ഉള്ള ഒരു പേഷ്യൻസ് ജീവിതശൈലിയിൽ വരുത്തേണ്ടതായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഫലപ്രദമായ ഹോമിയോ ട്രീറ്റ്മെന്റിലൂടെയും PCODയെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്.